മലയാള സിനിമയിൽ സൂപ്പർ ഹിറ്റുകളുടെ വിജയരഥം പായിച്ച നടനും സംവിധായകനുമായ ശ്രീനിവാസൻ വിടവാങ്ങി. മലയാളികളുടെ നിത്യജീവിതത്തിലെ ദാസനും വിജയനും വിശ്വനാഥനും തളത്തിൽ ദിനേശനുമെല്ലാം ഇനി ഓർമ്മകളിൽ മാത്രം. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അദ്ദേഹം വിട്ടുപോകുമ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും ദീപ്തമായ ഒരു കാലഘട്ടത്തിനാണ് തിരശ്ശീല വീഴുന്നത്. മലയാള സിനിമയുടെ ചരിത്രം പരിശോധിച്ചാൽ തിരക്കഥ കൊണ്ടും അഭിനയം കൊണ്ടും ഒരുപോലെ വിസ്മയിപ്പിച്ച പ്രതിഭകൾ ചുരുക്കമാണ്. ആ നിരയിൽ മുൻപന്തിയിലുണ്ട് ശ്രീനിവാസൻ. പച്ചയായ മനുഷ്യരുടെ ആകുലതകളും മധ്യവർഗത്തിൻ്റെ ജീവിതശൈലിയും ഹാസ്യത്തിൻ്റെ മേമ്പടിയോടെ വെള്ളിത്തിരയിലെത്തിച്ച അദ്ദേഹം മലയാളിയുടെ സിനിമാ കാഴ്ചകളെ മാറ്റിമറിച്ചു. മലയാളികൾ ഇന്നും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന മികച്ച സത്യനന്തിക്കാട്, പ്രിയദർശൻ ചിത്രങ്ങളുടെ പിന്നിലെ ബുദ്ധി ശ്രീനിവാസൻ്റേതായിരുന്നു. സമൂഹത്തിലെ കപടനാട്യങ്ങളെയും രാഷ്ട്രീയ ജീർണതകളെയും അദ്ദേഹം തൻ്റെ തൂലിക കൊണ്ട് വിചാരണ ചെയ്തു. അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ ഒരു ശ്രീനി സ്പർശം തന്നെ ഉണ്ടായിരുന്നു. സന്ദേശം, നാടോടിക്കാറ്റ്, വരവേൽപ്പ്, വെള്ളാനകളുടെ നാട്, തലയണമന്ത്രം, മിഥുനം തുടങ്ങിയവയൊക്കെ ശ്രീനിയുടെ അനശ്വര തിരക്കഥകളായിരുന്നു. ഗൗരവമേറിയ വിഷയങ്ങൾ പോലും സാധാരണക്കാരന് മനസ്സിലാകുന്ന ഹാസ്യരൂപത്തിൽ അവതരിപ്പിക്കാനുള്ള കഴിവായിരുന്നു ശ്രീനിവാസന്റെ സവിശേഷത. സൗന്ദര്യമില്ലായ്മയുടെ പേരിൽ സിനിമയിൽ അവസരം നിഷേധിച്ച പ്രശസ്ത സംവിധായകനോട് പ്രേംനസീറിന്റെ വേലക്കാരനാവാൻ പ്രേംനസീറിനെ പോലെ സുന്ദരനാകണമോ എന്ന മറുചോദ്യം ഉയർത്തിയ ശ്രീനിവാസൻ നായകനാകാൻ സുന്ദരമായ മുഖമോ 6 അടി ഉയരമോ വേണമെന്ന മുൻവിധികളെ തകർത്തെറിഞ്ഞു. അദ്ദേഹം എഴുതിയ കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം തന്നെ ജീവൻ നൽകിയപ്പോൾ അത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കോമ്പുകൾക്ക് വഴിയൊരുക്കി. പ്രത്യേകിച്ച് മോഹൻലാൽ ശ്രീനിവാസൻ ജോഡികൾ. നാടോടിക്കാറ്റിലെ ദാസനും വിജയനും സൃഷ്ടിച്ച തരംഗം ഇന്നും അവസാനിച്ചിട്ടില്ല. മലയാള സിനിമയിൽ ശ്രീനിവാസന്റെ ശൈലി അനുകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. കൈപ്പുള്ള സത്യങ്ങളെ ചിരിയുടെ തേൻപുരട്ടി നൽകുന്ന അദ്ദേഹത്തിൻ്റെ രചനകൾ ഇന്നും പുതിയ തലമുറയ്ക്ക് ഒരു പാഠപുസ്തകമാണ്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.